മനസ്സിൽ കിബറ് കൊണ്ട് നടന്നിട്ട് വെള്ള വസ്ത്രമിട്ടത് കൊണ്ട് കാര്യമില്ല. മനസ്സിൽ അഹങ്കാരം കൊണ്ട് നടന്ന്, മനസ്സിന്റെ അകത്ത് അസൂയ കൊണ്ട് നടന്ന്, മനസ്സിന്റെ അകത്ത് പകയും വിദ്വേഷവും വൈരാഗ്യവും ദേശവും പാരയും ഗീബത്തും നമീമത്തുമായി പറഞ്ഞു നടന്നിട്ട് വെള്ള വസ്ത്രം ഇട്ട് നടന്നിട്ട് കാര്യമില്ല. വെളുക്കേണ്ടത് ഹൃദയമാണ്, വെളുക്കേണ്ടത് ഹൃദയമാണ്. വെള്ളത്തല പാപ് കണ്ട് കാര്യമുണ്ടോ? വെളുക്കേണ്ടത് ഹൃദയമാണ്. ഖൽബിന്റെ അകത്ത് ഒരാളോട് വെറുപ്പുണ്ടാവരുത്, ഖൽബിന്റെ അകത്ത് ആരോട് ദേഷ്യമുണ്ടാവരുത്. ആരെയും നിങ്ങളെ കുറ്റം പറഞ്ഞ് നടക്കരുത്, ആരെയും നിങ്ങളെ ഗീബത്തും നമീമത്തും ഫസാദും പറഞ്ഞ് അവർക്ക് ഫോൺ വിളിച്ച് ഇവർക്ക് ഫോൺ വിളിച്ച് അവിടെ പറഞ്ഞ് ഇവിടെ പറഞ്ഞ് ഒരുപാട് തെറ്റിദ്ധാരണകൾ വരുത്തുന്ന വാക്കുകൾ നമ്മളാരും മുസ്ലിമേ പറയാൻ പാടില്ല. അവര് മുനാഫിക്കീങ്ങളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരന്മാരെ, ഇവിടെ ഒരു മജ്ലിസ് ബിസിനസ്സുകാരൻ അദ്ദേഹത്തിൻ്റെ മാർക്കറ്റിംഗ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ മജ്ലിസിനെ മാർക്കറ്റിംഗ് ചെയ്യണമെങ്കിൽ മറ്റുള്ള മജ്ലിസിനെ അത് കാണരുത്, കേൾക്കരുത്, പോകരുത്, ഇങ്ങനെയാണ് പറയേണ്ടത്. അതൊരു ബിസിനസ്സായി കണക്കൂട്ടിയാൽ മാത്രമേ ഇങ്ങനെ പറയേണ്ടത്. ബഹുമാനമുള്ളവരെ, ഇദ്ദേഹവും സഫ്വാൻ സഖാഫിയും ഒരേ വിഭാഗക്കാരാണ്, ഒറ്റ വിഭാഗക്കാരാണ്. എങ്കിലും ഈ മാർക്കറ്റിംഗ്, ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ അത്രയും ഒരു ഗൗരവമുള്ള കാര്യമാണ്. ഏതായാലും ആരുടെ കഞ്ഞിക്ക് പാറ്റ ഇട്ടിട്ടാണെങ്കിലും നമ്മുടെ കാര്യം നേടിയെടുക്കണം, നമ്മുടെ കാര്യം നന്നാകണം, നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ പോകണം, മറ്റുള്ളവരെ തകർത്തും കൊണ്ട്. ഇത് ചെയ്യാനാണ് ഇദ്ദേഹം ഈ മഹനീയം എന്ന് പറയുന്ന ഒരു മജ്ലിസ് ചെയ്യുന്ന ഒരു ഉസ്താദ് പറയുന്നത് നിങ്ങൾ കേൾക്കൂ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അറിവിൻ നിലാവ് നിങ്ങളാരും കാണരുത്, അറിവിൻ നിലാവ് നിങ്ങളാരും കാണരുത് എന്ന്, അറിവിൻ നിലാവ് നിങ്ങളാരും കാണരുത്, അറിവിൻ നിലാവ് നിങ്ങളാരും കാണരുത് എന്ന്, അറിവിൻ നിലാവ് നിങ്ങളാരും കാണരുത്, അറിവിൻ നിലാവ് നിങ്ങളാരും കാണരുത് എന്ന്. ബഹുമാനമുള്ളവരെ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വിവാദമായ ഈ സന്ദർഭത്തിൻ്റെ ലാഭത്തിനെ കൊതിച്ചും കൊണ്ട് സഫ്വാൻ സഖാഫിയുടെ വിവാദങ്ങളുണ്ടല്ലോ, ഈ സമയത്ത് ഈ സന്ദർഭത്തിൽ നമ്മൾ അദ്ദേഹത്തെ കാണരുത്, പോകരുത് എന്ന് പറയുമ്പോൾ ഒരു 10 പേരെങ്കിലും അങ്ങോട്ട് പോകാതിരിക്കുമെന്നുള്ള ഒരു ആശയോടുകൂടെ അദ്ദേഹത്തിനെ കാണാൻ പാടില്ല, അദ്ദേഹത്തിൻ്റെ മജ്ലിസ് കാണരുത് എന്ന് പറയുന്നത്. അതും നമ്മളാണെങ്കിലോ കച്ചവടം ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മുടെ സാധനം നിങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞ് മാർക്കറ്റിംഗ് ചെയ്യാറുണ്ട്. നമ്മളടുത്ത് ഇങ്ങനെയുള്ള സാധനമാണുള്ളത്, അത് നിങ്ങൾ മേടിക്കണം എന്നല്ലാതെ ഇതുപോലത്തെ സാധനങ്ങൾ, ഐറ്റംസുകൾ വേറെ ആരെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങളത് എടുക്കരുത് എന്ന് പറയാനുള്ള അധികാരവുമില്ല. അത് ബിസിനസ്സിൽ തന്നെ ഒരു മാരകമായി ഉണ്ടാക്കുന്ന ഒരു കാര്യവുമാണ്. ബിസിനസ്സിൻ്റെ തകർച്ചയ്ക്ക് നമ്മൾ തന്നെ കാരണമാകുന്നു. ആ ബിസിനസ് ചെയ്യുന്നവൻ നമ്മൾ ആർക്കാണോ സാധനം നിൽക്കുന്നത് അവൻ തന്നെ മനസ്സിലാകും ഇവനാണ് ശരിയില്ലാത്തത്, ആദ്യം തന്നുകൊണ്ടിരുന്നവൻ നല്ലവനാണ്,
അവനാണ് ശരിയെന്ന് നമ്മളെ നാക്കുകൊണ്ട് തന്നെ നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ട് തന്നെ നമ്മളതിനെ അവർക്ക് അതിൻ്റെ ഒരു പ്രചരണം ആ രീതിയിലായാൽ അവർ തന്നെ നമ്മളെ തന്നെ തള്ളിക്കളയുന്നതാണ്. നമ്മുടെ സാധനം അവർ മേടിക്കില്ല. ഇവിടെ അതുപോലെയാണ് ബഹുമാനപ്പെട്ട സഫ്വാൻ സഖാഫിയുടെ ഈ സന്ദർഭത്തിൻ്റെ ലാഭത്തിന് വേണ്ടി ഇതുപോലെ പറഞ്ഞാൽ എൻ്റെ മജ്‌ലിസിലേക്ക് ആൾ കൂടുമെന്ന് പറയാൻ ശ്രമിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ ഇവരാണ് ബിസിനസ് ചെയ്യാൻ വേണ്ടി, അവർക്ക് കൂടുതൽ വ്യൂവേഴ്സ് കിട്ടാൻ വേണ്ടി ഒരാളെ ഏതുവരെ താത്താൻ കഴിയുന്നുവോ അവിടെ വരെ അവരെ താഴ്ചയെ കൊതിക്കുന്നു. അതുപോലെ ഒരു സാധാരണക്കാർ ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ നമ്മളെപ്പോലെ അവന്മാരെ ഇവർക്ക് അനുകൂലമായി സംസാരിച്ചാൽ മാത്രമേ ബഹുമാനമുള്ളൂ. ഇവരെന്തെങ്കിലും തെറ്റോ കുറ്റവും ചെയ്താൽ അതിനെ ചൂണ്ടിക്കാണിച്ചാൽ അപ്പോൾ തന്നെ സുന്നിയായാലും സുന്നത്ത് ജമാഅത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും അവർ പറയുന്നത് മുജാഹിദ് എന്നാണ്. മുജാഹിദുകൾ, പുത്തൻവാദികൾ, ഇങ്ങനെയുള്ള ലേബലുകളാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഇവരുടെ മാർക്കറ്റിംഗ് ഇവർ ഒരുപാട് വർഷമായല്ലോ ഒരു രൂപ പോലും മുതലിറക്കാതെ ബിസിനസ് ചെയ്യുന്നത്. ഇപ്പോഴും ഇവർക്ക് നല്ല രീതിയിലുള്ള ഒരു ബിസിനസ് ചെയ്യാൻ, ലാഭം കൊയ്യാൻ വേണ്ടിയുള്ള ഒരു മാർഗമാണ് യൂട്യൂബ്. അതിനു വേണ്ടി ആരെയും ഇവർ കാണരുത്, കേൾക്കരുത്, പോകരുത്. ഇതുപോലെയുള്ള വാക്യങ്ങൾ, ഇതുപോലെയുള്ള വാക്കുകൾ അവരിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തമ്മിൽ ചെറുതാക്കാൻ നോക്കുകയോ അത് ഒരാളുടെ കഞ്ഞിൽ പാറ്റയിടുകയോ ചെയ്യുന്നതല്ല. സഫ്വാൻ സഖാഫിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സ്വഭാവം നന്നായാൽ മതിയെന്ന് മാത്രമാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ആ സ്വഭാവദോഷം കൊണ്ട് എന്തൊക്കെയോ ഉണ്ടായി. അതുപോലെ ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്ത് അതിനെ പ്രചരിപ്പിച്ച് അതിൽ ലാഭമുണ്ടാക്കി. ഏതായാലും സോഷ്യൽ മീഡിയ കാലമായതുകൊണ്ടും ആരെയും കുറ്റം പറയാൻ സാധ്യമല്ലാത്ത അവസ്ഥയാണ്. ഉസ്താദന്മാരും ചെയ്തു, സാധാരണക്കാരും ചെയ്തു. അപ്പോൾ ഇവിടെ അവസാനം നമ്മൾ എന്താണ് കരുതേണ്ടത്? തെറ്റുകൾ ആരിൽ നിന്നും സംഭവിക്കും, അതല്ല, ആ തെറ്റുകളെ തിരുത്താൻ നോക്കേണ്ടതാണ്, തിരുത്താൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്, തിരുത്താൻ വേണ്ടി സഹായിക്കേണ്ടതാണ്. ആരെയാണ് നമ്മൾ കുറ്റം പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി നമ്മൾ ചെറുതാവുന്നതല്ല, അതുകൊണ്ടാണ് വളരുന്നത് എന്ന് കരുതി ആ കാര്യമാണ് ചെയ്യേണ്ടത്. പൊരുത്തത്തോടുകൂടെ ജീവിക്കാനാണ് ശ്രമിക്കേണ്ടത്. അങ്ങോട്ട് പോകരുത്, അവൻ്റെ അടുക്കൽ പോകരുത്, അത് കാണരുത്, ഇതൊന്നും പറയാതെ നല്ല രീതിയിൽ നമ്മൾ ദുനിയാവിലും ആഖിറത്തിലും സലാമത്താകണമെങ്കിൽ മനസ്സ് നന്നാവണം ആദ്യം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.